പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ഇന്നലെ നമ്മൾ ഉൽപ്പത്തിയിൽ ആദം മുതൽ നോഹ വരെയുള്ള വംശാവലി പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ അതിൽ മെത്തൂശലഹിൻ്റെ കാര്യം പറഞ്ഞു. മെത്തൂശലഹിൻ്റെ ജീവിതകാലം കഴിഞ്ഞാൽ ഉടൻ പ്രളയമെന്നുള്ള ദർശനം അല്ലെങ്കിൽ വെളിപാടും ഉണ്ടായിരുന്നത് കൊണ്ട് മെത്തൂശലഹിന് വേണ്ടി ലാമക്ക് പിതാവായ ഹേനോക്ക് നിരന്തരം ദൈവമായിട്ട് ബന്ധം പുലർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഭൂമി നശിക്കരുത്, അവൻ്റെ ജീവിതകാലം കുറയരുത്, ജലപ്രളയം ഉണ്ടാകരുത്, അവന് മരണം ഉണ്ടാകരുത് എന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം എല്ലാത്തിനും എല്ലാവരോടും നീതിയായിട്ട് കാണിക്കണമല്ലോ. അപ്പം മെത്തൂശലഹിന് അത് 969 വർഷം ജീവിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രളയമുണ്ടായത്. അപ്പം അതിന് ഹേനോക്കും ദൈവം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് ദൈവമായിട്ടുള്ള ഗാഠമായ ബന്ധം ഹേനോക്കിനുണ്ടായിരുന്നു. ദൈവം നേരിട്ട് അവനെ സ്വർഗത്തിലേക്ക് എടുത്തു. അപ്പം ബൈബിളിൽ നമ്മൾ ഇങ്ങനെ കാണും, ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് എടുത്ത് പഴയ നിയമത്തിൽ 3 പേരെ കാണുന്നുണ്ട്. അറിയാമല്ലോ. ഒന്ന് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് ഹേനോക്ക്, 2 യാബസ്, 3 ഏലിയ. ഇങ്ങനെ 3 പേരെ ദൈവം അതാത് കാലഘട്ടത്തിൽ നീതിമാന്മാരായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ദൈവം നേരിട്ട് അങ്ങ് എടുക്കുകയായിരുന്നു സ്വർഗത്തിലൂടെ തൻ്റെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് ദൈവത്തോട് അത്രയ്ക്ക് വിശ്വസ്തത പുലർത്തി ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ പോലെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു 3 പണ്ട് കാലത്തൊക്കെ 100 പേരെ എടുത്ത ഒരാളെങ്ങാനും കാണും ഈശ്വര വിരോധി, ദൈവവിരോധി, സാമൂഹ്യ ദ്രോഹം ചെയ്യുന്ന മറ്റുള്ളവർക്ക് 100 പേരെ എടുത്ത ഒരാളെ കാണത്തുള്ളൂ. ദൈവസ്നേഹമില്ലാത്ത, സഹോദര സ്നേഹം, മനുഷ്യ സ്നേഹമില്ലാത്തവരായിട്ടൊക്കെ വളരെ വിരളമായിരുന്നു. അപ്പോൾ ഇന്ന് അത് വന്ന് അത് 30% ആയിട്ടുണ്ട്. തിന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി, ഹോബി, അവരുടെ ജീവിത ലക്ഷ്യം തന്നെ. തങ്ങൾക്ക് വേണ്ടി എല്ലാം, തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക്, തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക്, തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് എല്ലാം വാരി വലിച്ചു കൂട്ടുക, മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടാണ്. അവർക്ക് കിട്ടാനുള്ളത്, അവർക്ക് വേണ്ടിയത് എല്ലാം ഇവിടെ കൈക്കലാക്കുക, അവരെ നിഷ്കരണമില്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദ്രോഹിച്ചുകൊണ്ട് ഇവിടെ ഇല്ലാതാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ചോദിക്കാനും പറയാനും ആളില്ല. കാരണം സാധാരണക്കാർ ഇന്നില്ല. ഒന്നുകിൽ പാർട്ടി ബന്ധം, അല്ലെങ്കിൽ ഗാങ് ബന്ധം, അല്ലെങ്കിൽ തെമ്മാടികളുടെ കൂട്ടത്തിലുള്ളതെന്ന് പറയാം, നല്ല ഭാഷയിൽ പറഞ്ഞ ഈ ഗുണ്ടാ ബന്ധം. ഇതൊക്കെ ഉള്ളവരായിരിക്കും ആൾബലം. വല്ല ചില പ്രഷർ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയത്തിലാണെങ്കിൽ ചില ലോബികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, എന്ത് അക്രമവും ചെയ്യാം, ആരും ഒന്നും ചോദിക്കത്തില്ല. പാർട്ടിക്കാരെ സംരക്ഷിക്കണമെന്നാണ് അവർ പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ കൊല്ലുകയോ അവരെ ഇല്ലായ്മ ചെയ്യുകയോ അവർക്ക് ദ്രോഹം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് മറ്റുള്ള നമുക്ക് പാർട്ടി ബന്ധമുള്ളവർക്ക് വേണ്ടിയൊക്കെ വലിച്ചു വാരി കൂട്ടുമ്പോൾ എല്ലാവർക്കുമായിട്ടുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ വക, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ, തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവർ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ വാദിക്കണം എന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ, ചില പ്രഷർ ഗ്രൂപ്പുകൾ, ചില പ്രത്യേകമായ ലോബികൾ, ഇതൊക്കെ ഉണ്ട്. അവർക്കും ഇങ്ങനെയാണ്. നമുക്ക് വേണ്ടിയാണ് അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളത് നിൽക്കണം എന്നുള്ള രീതിയിലായി. എന്തിനാ അധോലോകത്ത് പോലും, അധോലോകത്തിൽ നിന്ന് ഇവിടെ വന്ന ഒരു സാമാന്യ ജനങ്ങളുടെ ഇടയ്ക്ക് വന്ന് അധോലോക ബന്ധമുള്ളവരുടെ
അതായത് തിന്മയുടെ ലോകത്ത് നിന്ന് വന്ന്, തിന്മയുടെ പ്രദേശത്ത് നിന്ന് വന്ന് ഇവിടെ തിന്മ ചെയ്യുമ്പോൾ, ദ്രോഹം ചെയ്യുമ്പോൾ, നമ്മൾ പലയിടത്തും പല വാർത്തകളും കണ്ടല്ലോ. അവരെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി ആൾക്കാരുണ്ട്. ചില നിയമജ്ഞർ തന്നെ അതിനുവേണ്ടി കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ്, കുപ്പായവും തയ്പ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനായിട്ട് റെഡിയായിട്ട്. മറ്റൊന്നിനും പോകത്തില്ല. കാരണം അവർക്ക് പോയാൽ ഒന്നിച്ച് മറ്റുള്ളവർ 100 പേർക്ക് പോകുന്ന പണം, അധോലോകത്തിൻ്റെ പണം ഇവിടെ കിട്ടും. അവർക്ക് വേണ്ടി ബാധിക്കും. എന്ത് മ്ലേച്ഛത നിറഞ്ഞ അണഹതാണമാക്കിയ ജീവിതം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടി ബന്ധങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് പറയും, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുകയല്ല, രാഷ്ട്രീയമല്ല, സാമൂഹികപരമായ കാര്യങ്ങൾ. ഇന്ന് സമൂഹം നേരിടുന്ന അത്യാപത്തുകൾ, നേരിടുന്ന ദോഷങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെടേണ്ടുന്ന മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുക സാമൂഹ്യ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ പ്രവർത്തകരുടെയൊക്കെ ഒരു കടമയാണ്. അത് ചെയ്യാത്തവൻ എല്ലാവരെയും പ്രീതിപ്പെടുത്തി അവൻ മതത്തിൻ്റെ പ്രഭാഷകനാണ് അല്ലെങ്കിൽ ആളാരാണ്, പ്രാർത്ഥനക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അവർ തങ്ങളുടെ പള്ള വീർപ്പിക്കാനാണ്. പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഉദരമാണ് അവരുടെ ദൈവം. അതിനുവേണ്ടി നടക്കുന്നവരാണ്. അവരുടെ പ്രീതി സമ്പാദിക്കുക, ദൈവത്തിൻ്റെ നിന്നുള്ള മഹത്വം ആർജിക്കാനല്ല, അതിനല്ല. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിൽ നിന്ന് മഹത്വം നമ്മൾ സ്വീകരിക്കണം. അതിനല്ല അവർ ചെയ്യുന്നത്. മനുഷ്യരുടെ മഹത്വം സ്വീകരിക്കാൻ നോക്കുന്നു, അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടൊക്കെ നടന്ന്. ഇതൊക്കെ പറയാതെ വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല, അതെല്ലാം എന്നേ കളഞ്ഞു. പക്ഷേ മനുഷ്യന് എതിരായിട്ട് തിന്മ വളരെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ, കരുതിക്കൂട്ടി ചെയ്യുമ്പോൾ, യാദർച്ഛ്യമായിട്ട് ചെയ്യുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ നല്ല ഒരു ഈശ്വര വിശ്വാസിക്ക് പറ്റുകയില്ല. അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും തന്നെ അടങ്ങിയിരിക്കരുത്. ഇതാണ്ട നമ്മൾക്ക് അറിയാം, ആ വെറ്റിനറി കോളേജിൽ, മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം. ആ സിദ്ധാർത്ഥന് അവരെ കൊന്നു കെട്ടി തൂക്കിയിട്ട് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അമ്മ ഒരുക്കി കൊടുത്ത ആഹാരവും കഴിച്ച് കുശാലായിട്ട് ഇവിടെ വന്ന് സന്തോഷമായിട്ടിരിക്കുന്നവർ, ആ മോൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവന് വരുന്നില്ല, അവൻ വന്നില്ല, അവന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൊന്നു കെട്ടി തൂക്കിയിട്ട് അവിടെ പോയി കഴിക്കും. അപ്പോൾ എന്തുമാത്രം മനസാക്ഷി മരവിച്ച മനുഷ്യരാണ് ഇവിടെ. മനസാക്ഷി എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന ഒരു വികലാംഗനായ ഒരുത്തന്, ഒരു പയ്യന് അവന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നതിന് അവന് എന്തുമാത്രം ദ്രോഹം. എന്നിട്ട് നാണമുണ്ടോ ഇവന്? മനുഷ്യയില്ല. നമ്മൾക്ക് ലജ്ജിക്കുന്ന, അതിനൊരു ഭാഷയില്ല പറയാൻ. ഭാഷയിൽ സംസ്കാരമുള്ളവർ, സംസ്കാരശൂന്യരെന്നും പറഞ്ഞാലൊന്നും ഒന്നും ആകത്തില്ല. കാരണം പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ അവർ സംരക്ഷിക്കും. പാർട്ടിയുടെ ലക്ഷ്യം അതാണ്. അത് പണ്ടങ്ങനെ അല്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടായപ്പോൾ. ഇപ്പോൾ പാർട്ടിയുടെ ലക്ഷ്യം അതാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. പാർട്ടിക്കാരെ സംരക്ഷിച്ച് നിർത്തുക, മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്താലും ആകട്ടെ, എന്തായാലും ആയിക്കോട്ടെ, അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് എന്ന് പറഞ്ഞ മന്ത്രിയുണ്ട്. അപ്പോൾ ഇവിടെ ടി വിയിലൊക്കെ പറഞ്ഞ് കേട്ടതാ, അല്ല ചുമ്മാതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിൽ ഉള്ള. കേരളം മുഴുവൻ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മലീമസമായ ഒരു സമൂഹമായി കേരള സമൂഹം, കേരളത്തിലുള്ള ജനസമൂഹം എന്നുള്ള രീതിയിലായി. ദൈവത്തെ വിളിക്കുന്നവരും അവരധരം കൊണ്ട് ദൈവത്തെ വിളിക്കുന്നു, വെളിയിൽ ഷോ കാണിക്കുന്നു, പള്ളികളിൽ പോകുന്നു, ആരാധനാലയങ്ങളിൽ പോകുന്നു, പ്രയർ ഹാളുകളിൽ പോകുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു. കാര്യം ശരിയാ. എന്നിട്ടെന്താ ഒന്നും ശരിയാകാത്ത? ഉള്ളിലോട്ട് കയറാത്തത്? ഉള്ളിലോട്ട് കയറുന്നില്ലല്ലോ. അപ്പോൾ എന്ത് കാരണം? അതവിടെ നാട്യമല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അവിടെയും ഇത് തന്നെയാണ് നടക്കുന്നത്. ഈശ്വരനുണ്ട് എന്ന് പണ്ട് ഈശ്വര വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ അങ്ങനെ വ്യാജം പറയും. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞതുപോലെ അവൻ വ്യാജം പറയുകയാണ്. വ്യാജം പറഞ്ഞ് വ്യാജം അഭിനയിച്ച് അവിടെ എല്ലാത്തിനും ആളാകാനായിട്ട് നോക്കുക. അപ്പോൾ ദൈവത്തെ പാടെ വിസ്മരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അന്ന് കായൻ്റെ കാലത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ഇപ്പം നോഹയുടെ കാര്യം, നോഹയുടെ കാലത്ത് അന്ന് ഇവിടെ
6-ാം അധ്യായം പറയുന്നുണ്ട്, മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ചൈതന്യം മനുഷ്യൻ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. എന്നിട്ട് 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. നോക്കണേ, നമ്മുടെ സമൂഹമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമില്ലെന്നാരെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നത്തെ നമ്മുടെ കേരള സമൂഹം, ഇന്ത്യയിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഇതാണ്. മറ്റുള്ളവർ പറയും അങ്ങ് വടക്കേ ഇന്ത്യയിൽ ബംഗാളിലും മറ്റിടത്തൊക്കെ UP-യും ബീഹാറും ഒറീസയും ഒക്കെ ആണെന്ന് പറയും. അങ്ങനെയൊന്നും അല്ല. ഇന്ന് ഇവിടാണ്. കാരണം എന്താ, അവർക്ക് അറിവില്ലാതെ ചെയ്യുന്നു, ഇവിടെ അറിഞ്ഞുള്ളവരായിട്ട് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അറിവുണ്ടായിട്ട് ചെയ്യുന്നവർ ഇവിടെ പ്രബുദ്ധരെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രബുദ്ധരാണല്ലേ, പ്രബുദ്ധതയുള്ളവരാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയി മാറിയിരിക്കുകയാണ്. പ്രബുദ്ധതയെന്ന് പറയുമ്പോൾ, പ്രബുദ്ധരാണെന്ന് പറയുമ്പോൾ തങ്ങൾ വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായാലും സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കായാലും ഗാങ്ങുകൾക്കായാലും അവർക്ക് വേണ്ടി ജീവൻ കളയുകയും അവർക്ക് വേണ്ടി എല്ലാം എനിക്കും വേണ്ടി ഞാനെല്ലാം സമ്പാദിച്ച് കൂട്ടുകയും ചെയ്യുന്നതാണ് പ്രബുദ്ധത എന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റേ വിവേകം കൊണ്ടും അറിവും കൊണ്ട് വിവേകമുണ്ടായി അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് പ്രബുദ്ധ സമൂഹം എന്ന് പറയുന്നത്. ആ അർത്ഥമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഇന്നാരെന്നൊന്നുമില്ല, ഏത് സമൂഹമൊന്നും ഏത് പാർട്ടികളെന്നൊന്നുമില്ല. പക്ഷേ കൂടുതലും ഈശ്വരനെ നിഷേധിക്കുന്നവർക്കാണ്, ഈശ്വരനില്ലാത്തവർക്ക്. അങ്ങനെ ഒരു സമൂഹം ഇന്ന് കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇന്നതെന്നൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ആ തിന്മ മാറി പോകുന്നത്? പോകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഇവിടെ 6-ലും 7-ലും 8-ലും ഒക്കെ പറയുന്ന ആ പ്രളയത്തിൻ്റെ കാര്യം. ദൈവം എന്ത് ചെയ്തു? അതെല്ലാം തുടച്ച് നീക്കി. ആ തിന്മ നിറഞ്ഞ സമൂഹത്തെ തുടച്ച് നീക്കി. കേരളം എന്നാ ഇങ്ങനെ തുടച്ച് നീക്കപ്പെടാൻ പോകുന്നത്? നമ്മുടെ തലമുറയിൽ കാണത്തില്ലായിരിക്കും, അടുത്ത തലമുറയിൽ എന്തോ ആയിരിക്കും. ദൈവം എത്രത്തോളം ക്ഷമിക്കും പ്രിയമുള്ളവരെ? നമ്മൾ മനസ്സ് തിരിഞ്ഞ് ദൈവത്തോട് ഇരിക്കുക. നമ്മൾ അഭിനയിക്കാതെ പള്ളിയിലും ആരാധനാലയങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് ദൈവത്തെ ഈശ്വരനുള്ളടത്ത് പോയിട്ട് അവിടെ അഭിനയിക്കാതെ, ഈശ്വര സ്നേഹം ഉണ്ടെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടാകണം. മനുഷ്യ സ്നേഹം ഇല്ലാത്തടത്ത് ഈശ്വര സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ കാപട്യം നിറഞ്ഞ ഈ ഹൃദയം ഒന്ന് മാറ്റി മറിക്കുക. നമ്മുടെ പ്രവാചകന്മാരൊക്കെ എന്തുമാത്രം കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ പുസ്തകമൊക്കെ വായിച്ചിട്ട് അത് ഹിന്ദുമതത്തിലായാലും ഇല്ലേ ധാരാളം, ഇങ്ങനെ ധാരാളമുണ്ട്. ഒന്നും മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് വഴിതിരിച്ച് വിട്ടാണ്. അത് നേരെ ചൊവ്വയുള്ള കാര്യങ്ങളായിട്ടല്ല അത് വരുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, തങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കുന്ന വിധത്തിൽ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും അത് മാറിയാൽ അവർ നേരെയായാൽ തങ്ങൾക്ക് അവിടെ നിലനിൽപ്പ് വേണ്ടേ? അതിനു വേണ്ടിയുള്ള രീതിയിലാണ് അവരും പഠിപ്പിക്കുന്നത്. നമ്മൾ ഭിന്നമാണെന്നു, നമ്മളും അതിൽ ഭിന്നരല്ല. അവരെക്കാളും കൂടുതൽ അറിഞ്ഞ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഘനം കൂടുകയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നോഹ, അപ്പോൾ മെത്തുശലഹിൻ്റെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ഭൂമിയിൽ പ്രളയം ഉണ്ടാകുകയാണ്. അപ്പം നോഹയ്ക്ക് 500 വയസ്സായതിന് ശേഷം ഷേം, ഹാം, യാഫത്ത് എന്ന 3 മക്കളുണ്ടായി. ഷേം, ഹാം, യാഫത്ത്. ഷേം എന്ന് പറയുന്നത് സെമിറ്റിക് വംശത്തിൽ പെട്ടവരുടെ പിതാവായി മാറി. സെമിറ്റിക് പ്രദേശത്ത്, അതായത് മധ്യപൂർവ്വ ദേശത്ത് ചുറ്റുപാടുകളിലുമൊക്കെ ഉള്ള നാടുകളിൽ ഉള്ള അറേബ്യ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളെല്ലാം വരും. അപ്പോൾ അവിടെ എല്ലാം ഉള്ളവരുടെ പിതാവായി ഷേം. കാനാൻ, ഇത് ഷേം, ഹാം, യാഫത്ത്. ഹാം എന്ന് പറയുന്നത് കാനാൻ വംശമായി. കാനാനിയരുടെ ലോകത്തിലെ, അന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ തിന്മകൾ നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, ഏറ്റവും അടുക്കാൻ കൊള്ളരുതാത്തതായിട്ടുള്ള ഒരു പ്രദേശവും ജനതകളും
അവിടെ ആ ജനതകളായ ഹാം അവിടെ മാറി. നോഹയുടെ മക്കളാ. നോഹ നീതിമാനായ ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. അടുത്ത യാഫത്താണ് ആര്യന്മാരുടെ പിതാവ്. യാഫത്തിൽ നിന്നാണ് ആര്യന്മാരുടെ ഉദ്ഭവം എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ദൈവത്തോട് പൂർണ്ണമായിട്ട് അടുത്തവരല്ല, പൂർണ്ണമായിട്ട് വന്നവരല്ല. സെമിറ്റിക് വിഭാഗത്തിൽ തന്നെ യഹൂദരും സെമിറ്റിക് വിഭാഗമാണ്. പക്ഷേ അവരുടെ ആകാരിൽ ഒരു പ്രത്യേക ഒരു വിഭാഗം കുറച്ച് ആയിട്ട് മാറി ദൈവത്തിലേക്ക് തിരിഞ്ഞവരാണ്. ആര്യന്മാരും ദൈവത്തെ കിഴക്കോട്ടങ്ങ് തിരിഞ്ഞ് ഭാരതത്തിൽ വരെ എത്തി. പക്ഷെ അവിടെ വന്ന് അവരുടെ മേൽക്കോയ്മ സ്ഥാപിക്കാനാണ് അവരും ശ്രമിച്ചത്. അല്ല, മതത്തെ പൂർണ്ണമായിട്ട്, ഈശ്വരനെ പൂർണ്ണമായിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് അവരുടേതാക്കി മാറ്റി അവരുടെ രീതിയിൽ അവർ വ്യാഖ്യാനിച്ച് അതിനെ അതിന് പറയുന്ന മൂല്യച്യുതി വരുത്തി അവർ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദുമതത്തിൽ അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ വന്നത്. ശരിയായിട്ടുള്ള ദർശനമാണ് ക്രിസ്തു മത ദർശനം പോലെ തന്നെയാണ്. അത് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ വ്യത്യാസമെന്ന് പറയും മനുഷ്യനുണ്ടാക്കിയതാണ്. അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇനി അത് ഇതുമായി പ്രശ്നമാകണ്ട. ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാണ്, 100% ശരിയാണ്. ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് കാരണം അറിഞ്ഞും കൊണ്ടും പഠിച്ചുകൊണ്ടും ആണ് പറയുന്നത്. എല്ലാവരും അവർ പഠിക്കുന്നില്ലെങ്കിൽ അവരുടെ കാര്യം. ഏതായാലും ഇവിടെ ബൈബിളിൻ്റെ പഠനം എടുക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുമായിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മൾ ഭൂമിയിൽ മനുഷ്യൻ ഇവിടെ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഏതായതാണ് എന്തുവാണ് ഈ ദൈവപുത്രന്മാരും പുത്രിമാരും എന്ന് പറയുമ്പോൾ ഇവിടെ ചിലരാണ്ട് ഈ മീഡിയകളിലൊക്കെ പറയുന്നുണ്ട് ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ ദൈവം എന്തുവാ ദൈവം ഇവിടെ ഭൂമിയിൽ വന്ന് മനുഷ്യരുമായിട്ട് ചേർന്ന് പുത്രന്മാരുണ്ടായോ പുത്രിമാരുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ തോന്നിയാസങ്ങളൊക്കെ പറയും. കാരണം അവരെയൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ബൈബിൾ ഇത്ര വിശദമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അത് പഠിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നൊരു ബൈബിൾ എന്താണെന്ന് ശരിക്കും പഠിക്കാം. അങ്ങും ഇഞ്ഞും ഓരോന്നൊക്കെ വായിച്ചിട്ട് വന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും കമൻ്റ് ഇടുകയോ തർക്കിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം പഠിക്കണം. നമുക്ക് പറയാൻ പറ്റുന്നെങ്കിൽ പഠിക്കണം. ഞാൻ പഠിക്കാത്ത കാര്യം ഞാൻ പറയത്തില്ല. ഇത് പഠിക്കണം. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ഇതൊക്കെ പറയാൻ. ബൈബിൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഞാനിപ്പം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി എല്ലാവരും പഠിക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്, സത്യം അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് പഠിക്കണം. മലയാളം അറിയാവുന്നവരൊക്കെ പഠിക്കണം. അപ്പം അവിടെ മനുഷ്യപുത്രരെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത് പുത്രിമാർ എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത ജനതകളെ. അവർ മനുഷ്യത്വം മാത്രമേ ഉള്ളൂ, അവർക്ക് ദൈവം ഇല്ല. ഇന്നിപ്പോൾ തന്നെ ഞാൻ നേരെ പറയുന്ന ഈശ്വരനില്ല എന്ന് പറയുന്നവർ, അവർക്ക് ദൈവമില്ല. അവരെയാണ് മനുഷ്യപുത്രരെന്ന് പറയുന്നത്. അവർക്ക് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനൊന്നുമില്ല. മരിച്ചെന്ന് കൂടുക അവർ പറയത്തില്ല, ചത്തെന്ന് പറഞ്ഞാൽ. കാരണം അവർക്കൊന്നുമില്ലല്ലോ. മരിച്ചെന്ന് പറയുന്ന ആത്മാവ്, ജഡം മരിച്ചു, ആത്മാവ് പോയി. ഇവർക്ക് ആത്മാവില്ലാത്തവരാണല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മനുഷ്യപുത്രിമാർ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുത്രിമാർ അവർ ദൈവത്തെ ധിക്കരിച്ച് അണിഞ്ഞൊരുങ്ങി ദൈവത്തിൻ്റെ മുൻപാകെയൊന്നും അവർക്ക് നോക്കണ്ട, അണിഞ്ഞൊരുങ്ങി ദൈവത്തെ അവർ വശീകരിച്ച് അങ്ങനെയൊക്കെ നടക്കും മനുഷ്യരെ. അപ്പോൾ അങ്ങനെയുള്ള ജനതകൾ തെറ്റുവരും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പോലെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ 30% ഇവിടെ 70% തെറ്റിയതുപോലെ ആയിപ്പോയി, തിന്മയുടെ ആയിപ്പോയി. അപ്പോൾ അന്നത്തെ കാലത്ത്, അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാലത്ത് തീരെയും മ്ലേച്ഛത നിറഞ്ഞത് ആയിരുന്നു എന്നാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ കർത്താവ് ഇവിടെ ആണിവിടെ ഞാൻ പറഞ്ഞ കർത്താവ് ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഭൂമി മുഴുവനും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വർദ്ധിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ ഈ മനുഷ്യ സ്ത്രീകളെ ഇങ്ങനെയുള്ളവരെയൊക്കെ വിവാഹം കഴിച്ച് അവർ കൂടുതൽ അഴകുള്ളവരെ, കാരണം അണിഞ്ഞൊരുങ്ങി കൂടുതലായിട്ട് തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചൊക്കെ നടക്കും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വന്ന് ദൈവപുത്രർ അവരെ വിവാഹം കഴിച്ചു എന്ന ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്നവർ. നമ്മളിവിടെ നേരത്തെ 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, സേത്ത്, ആദത്തിന് സേത്ത് എന്ന ഒരു പുത്രൻ ജനിച്ചു കഴിഞ്ഞു. അവൻ്റെ കാലത്താണ്, സേത്തിൻ്റെ കാലത്താണ് മനുഷ്യർ ദൈവത്തെ വിളിച്ച് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ദൈവപുത്രരാണ്, അവരെ വിളിക്കുന്ന ദൈവപുത്രരെന്നാണ്, ദൈവത്തിൻ്റെ ജനത. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മൾ ഇവിടെ ഇത് മനുഷ്യപുത്രിമാരുടെ ഇവിടെ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അപ്പോൾ ഇങ്ങനെ അവർ മനുഷ്യപുത്രിമാർ ഇങ്ങനെയാണ് നടക്കുന്നത്. ആ യേശയ്യായുടെ കാലത്തും അത് പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം രചിക്കപ്പെട്ടതും അങ്ങനെയാണ്. കാലത്തൊക്കെയാണ് 800-കളിലൊക്കെയാണ്, BC 800-കളിലൊക്കെയാണ്. അപ്പോൾ അന്ന് അങ്ങനെ നടന്നു, അങ്ങനെ അവർ ചെയ്തു. ഇന്നത്തെ കാലവും മോശമല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അല്പം തുണി കൊണ്ട് ജീവിക്കാൻ ഇല്ലായ്മയല്ല, കൂടുതലുള്ളവരാണ് ചെയ്യുന്നത്. തുണികൾ അല്പമാക്കുക, മറ്റ് മാനവും നാണവും ഒക്കെ തുറന്ന് കാണത്തക്ക വിധത്തിൽ എന്നുള്ള വിധത്തിലൊക്കെ ജീവിക്കുക എന്നൊക്കെ ഉള്ളതായി രീതി കാണിക്കുക. ഇന്നത്തെ വസ്ത്രധാരണമൊക്കെ അങ്ങനെ ആയിപ്പോയി സ്ത്രീകളുടെയും. അത് ഇപ്പോഴുണ്ട്. പാൻസിൻ്റെ കാര്യത്തിൽ ചില പുരുഷന്മാരും അങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നിരിക്കുക, എന്നാൽ ഞങ്ങൾക്കും ഇങ്ങനെ ആയിക്കൂടെ എന്ന്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദൂഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. എത്രയെല്ലാം കർത്താവ് അവരുടെ പുറകെ നടന്ന് തിരുത്താൻ നോക്കിയിട്ടും അവർ തിരുത്തപ്പെടുന്നില്ല. ദുഷിച്ചതാണ് അവരുടെ ഹൃദയം, എപ്പോഴും ദുഷിച്ചത് മാത്രമാകും, ചിന്തയും ഭാവനയെല്ലാം അങ്ങോട്ടുള്ള ചായ്വാണ് എന്ന് കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഇവിടെ നമുക്ക് പറയാവുന്നത് ഇതാണ്. ഇവിടെ തിന്മ വർദ്ധിച്ചപ്പോൾ ദൈവഹൃദയത്തെ അത് വേദനിപ്പിച്ചു. എന്തിനാണ് ദൈവഹൃദയം വേദനിക്കുന്നത്? ദൈവത്തിനെന്താ അങ്ങ് പറഞ്ഞാൽ പോരെ? ദൈവം സർവശക്തനാണ്. ദൈവത്തിന് ഒന്നിൻ്റെയും ഒരു ഉപകരണവും ഒന്നും ആവശ്യമില്ല. ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി, ശരിയാവും. പക്ഷേ അങ്ങനെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്നെ പോലെ സർവ്വ സ്വാതന്ത്ര്യവും സർവ്വ ചിന്തിക്കാനുള്ള കഴിവും കൊടുത്ത് തൻ്റെ ജീവശ്വാസവും കൊടുത്ത് അവനെ സൃഷ്ടിച്ചതാണ്. അവനിൽ പകർന്ന് ജീവശ്വാസവും പകർന്നാണ് അവനെ സൃഷ്ടിച്ചത്. അപ്പോൾ എല്ലാ സ്വാതന്ത്ര്യം അവനുണ്ട്. നന്മയും തിന്മയും എല്ലാം അവിടെ വെച്ചിട്ട് നിനക്കിഷ്ടമുള്ളത് എടുക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ. കാരണം പിടിച്ചു കെട്ടിയിട്ട് അവനെ ഏൽപ്പിക്കുകയല്ല, അത് മനസ്സിലാക്കണം. അങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് അവനെ ഏൽപ്പിച്ച് ഒന്നും എടുത്ത് അവനെ തിന്മ എടുത്തോ എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുത്തിട്ടില്ല കർത്താവ്. ചിലരെ ഇവിടെ ഇപ്പോൾ നമ്മളെ ഏനോക്കിനെയും ഞാൻ യാബസിൻ്റെ കാര്യവും ഏലിയയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊക്കെ ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ അങ്ങനെ ആക്കിയതാണ് ദൈവത്തിന് വേണ്ടി. ദൈവത്തിന് അവരെ വേണമായിരുന്നു, ഏനോക്കിനെ വേണമായിരുന്നു. അങ്ങനെയുള്ളത് അപൂർവം ചില സമയത്ത് ദൈവം അത് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പം കർത്താവിന് എന്തിനാ ദൈവജനം എപ്പോഴും കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഞാൻ 2-3 തവണ പറഞ്ഞെന്ന് തോന്നുന്നു. എന്തുവാ? മനുഷ്യൻ രക്ഷപ്പെട്ടു വരണം, ഈ തിന്മയിലോട്ട് പോകരുത്. എന്തിനത് കർത്താവിന് അതിൻ്റെ ആവശ്യം? കർത്താവ് സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്, അവരുടെ കൂടെ ആയിരിക്കാനാണ്. ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും.
വൈകുന്നേരം വരെ അവരധ്വാനിക്കുമായിരുന്നു. ഭൂമിയിൽ അവരധ്വാനിക്കാനും തോട്ടം പരിപാലിക്കാനുമുള്ള ജോലികളിലൊക്കെ അവർ വ്യാപൃതരായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ കർത്താവ് ഇറങ്ങി വരുമായിരുന്നു അവരെ കാണാനും, അവർ ചെയ്ത ജോലികൾ കാണാനും, അത് അവരെ അഭിനന്ദിക്കാനും, അവരുടെ കൂടെ നടന്ന് രസം പറഞ്ഞ് ചിരിക്കാനും എല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കർത്താവിന് ഇതിനെ വേദന വരുത്തില്ലേ? അങ്ങനെയാണ് വേദന വന്നു. അപ്പോൾ ബൈബിളിൽ നമ്മൾ ഈ പറയുന്ന ഇതുപോലെ തിന്മ വർദ്ധിച്ച് പാപത്തിൽ നിന്ന് ജനതകൾ പിന്മാറുന്നില്ല. പക്ഷേ ഇവിടെ ഇത് ബൈബിളിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറേ ആവർത്തനങ്ങൾ കർത്താവ് ഈ 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 6:5, 6:12 ഒക്കെ 6:5 പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് അവൻ്റെ ഭാവനയും ചിന്തയെന്ന് കണ്ടു. ഇനിയും 12 പറയുന്നു, ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു, ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായി. എന്താ ഈ ആവർത്തനം ഇതിൽ വന്നത്? ഞാനിതിപ്പോൾ പറഞ്ഞു തരുന്ന ഒരു ഡിഗ്രി തലത്തിൽ, തിയോളജിയുടെ ഡിഗ്രി എടുക്കുന്നവരുടെ പഠന ആ തലത്തിലുള്ള അവരാണ് സവിസ്തരമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ സവിസ്തരമായിട്ടൊന്നും പറയണ്ട, ഇത് ഓടിച്ച് വായിച്ച് വിട്ട് 6, 7, 8, 9 അങ്ങ് തീർക്കായിരുന്നു. അപ്പം അങ്ങനെയല്ല, ശരിയായിട്ടുള്ള അറിവ് അവർ കിട്ടണം. വിമർശിക്കുന്നവർക്കും ശരിയായിട്ടുള്ള അറിവ് കിട്ടിയിട്ട് വേണം അവരും വിമർശിക്കാൻ. അവരുടെ വിമർശനങ്ങൾക്ക് അവർക്ക് തന്നെ ഉത്തരം കിട്ടണം. അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണമായൊരു അറിവ് കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. വളരെ സവിസ്തരം പറയുകയാണ്. അല്ല ഒരു അബ്സ്ട്രാക്റ്റ് ഫോം ഇങ്ങോട്ട് തന്നിട്ട് ഇത് ബൈബിൾ പഠനമാണെന്ന് പറഞ്ഞു തരുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറയുന്നവർ, പഠിക്കുന്നവർ അത് പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കണം. സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചുകൊണ്ട് എടുക്കുക, ഗവേഷണം കാണിച്ചിട്ടെന്ന് പറഞ്ഞ പോലെ എടുക്കുകയല്ല. ഇത് മുഴുവനായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇത് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആവർത്തനം വന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പലതും അങ്ങനെ വരുന്നുണ്ട്. ശിക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിലും ഉണ്ട് ആവർത്തനം. 6:7 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത്, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. അപ്പോൾ അതുപോലെ 13 പറയുന്നു, ദൈവം അരുളി ചെയ്ത്, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കും. അപ്പോൾ ഈ ആവർത്തനം വന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഇസ്രായേലിലെ പുരോഹിതന്മാരെ എല്ലാം ഈ ബാബിലോൺകാർ ഈ ബന്ദികളാക്കി അവിടെ കൊണ്ടുപോയിരുന്നു. ബന്ദികളാക്കി ബാബിലോണിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ അവരുടെ ഈ പുരാണങ്ങളും എല്ലാം കണ്ട് എപ്പിക്സെല്ലാം വായിച്ചു അറിഞ്ഞും കേട്ടു അവർ വളരെ മനം തൊത്തു. കാരണം അവർ സത്യദൈവത്തെ ആരാധിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ അവരുടെ രചനയിൽ ആ പുരോഹിത പാരമ്പര്യത്തിലുള്ള രചനയും യാവിഷ്ഠ ദൈവത്തിൻ്റെ ആ വായിലുള്ള യാവിഷ്ഠ ചിന്താഗതിയിലുള്ള ആ രചനയും രണ്ടും ഇത് ഒരാളല്ല രചിച്ചത്. അപ്പോൾ ഈ രണ്ടും കൂടെ ക്രോഡീകരിച്ച് അവസാനം മറ്റൊരാൾ ചെയ്തപ്പോൾ ഈ രണ്ടിലെ ഏത് തള്ളിക്കളയാനാണെന്നുള്ളത് പറ്റുന്നില്ല. ഏതാണ്ട് ഒരുപോലെ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അങ്ങ് വെച്ചു. അതുകൊണ്ടാണ് ഈ ആവർത്തനം വന്നത്. അതിലുള്ള ആവർത്തനം അതും വന്നു, ഇതും വന്നപ്പോൾ ഇവിടെയും യാവിഷ്ഠ പാരമ്പര്യത്തിലേയും കൂടെ വന്നപ്പോൾ ആവർത്തനമായി. അതുകൊണ്ടാണ് ആവർത്തനം വന്നത്. അപ്പോൾ ഇത് ബൈബിള് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. കാരണം ഒരാളല്ല ഇതൊക്കെ രചിച്ചത്, ക്രോഡീകരിച്ചത് മറ്റൊരാളും. അന്ന് അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ ചിന്തിച്ച് ഒരു അവലോകനം ചെയ്ത് ചെയ്യാനുള്ള ഇന്നത്തെ പോലുള്ള ശേഷിയോ കാര്യങ്ങളൊന്നും അല്ല അന്നുള്ളത്. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ദൈവം ഏതായാലും ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. കർത്താവ് ഒരുപാട് ദുഃഖിച്ചു. കർത്താവിന് ദുഃഖിക്കേണ്ടുന്ന കാര്യം എന്താ? മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ കൂടെ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് അവൻ്റെ കൂടെ അവൻ്റെ കഷ്ടപ്പാടിലും ദുരിതങ്ങളെല്ലാം ഇടപെട്ട് ജീവിക്കണം. യേശു അങ്ങനെയാണ് യേശുവിൻ്റെ കാര്യം ജീവിച്ചത്. നമ്മളിപ്പം പുതിയ നിയമം ഞാനിത് 11 തീർത്തിട്ട് പുതിയ നിയമത്തിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ പഴയ നിയമം, ഒരു വീഡിയോ പുതിയ നിയമത്തിൽ 1-2 വീഡിയോ അങ്ങനെ ചെയ്യും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ കർത്താവ് എപ്പോഴും വിവശനാകുകയാണ്. മനുഷ്യരെക്കുറിച്ച് വികാര വിജൃംഭിതനാകുകയാണ്. എൻ്റെ ജീവശ്വാസം കൊടുത്ത് ഞാൻ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടി എൻ്റേതായ ഉടയവനായ എന്നെ കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കൂടെ
പോവുകയാണ് മറ്റുള്ളവരുടെ കൂടെ. അതുകൊണ്ടാണ് കർത്താവിന് ഈ വ്യസനം വരുന്നത്. ചിന്തിക്കുക, എന്തിനാണ് കർത്താവ് ഇത്രയും ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒന്നും. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നപ്പോൾ എല്ലാം നല്ലതായിരുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാം നല്ലതും ദൈവം കണ്ടു. എല്ലാം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ എല്ലാ ഭൂമി മുഴുവനും, അന്തരീക്ഷം മുഴുവനും, പ്രപഞ്ചം മുഴുവനും നല്ലതായിരുന്നു. അപ്പോൾ എന്ന് ദൈവത്തിൽ നിന്ന് തെറ്റിയോ അന്ന് അവനും തെറ്റി. ദൈവത്തിൽ നിന്ന് തെറ്റിയവൻ പിന്നെ അവൻ്റെ ഒന്നിലും തന്നെ ഒന്നും തന്നെ അവനെ ഉൾക്കൊള്ളത്തില്ല. എല്ലാവരും തെറ്റി. മൃഗങ്ങളും എല്ലാം, സകല ജീവികളും. അതുകൊണ്ടാണ് മനുഷ്യന് മറ്റ് ജീവികളൊക്കെ ശത്രുതയായത്. ഇവിടെ പറയുന്നുണ്ട്, ചരിക്കുന്ന ജീവികളെല്ലാം 9-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾക്ക് ആഹാരമായി തീരും. എന്നാൽ ജീവനോട് കൂടിയവ, അപ്പോൾ ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായിരിക്കുന്നു. ഹരിതസസ്യങ്ങളുണ്ട്. ഹരിതസസ്യങ്ങളാണ് ദൈവം കൊടുത്തത് ഭക്ഷിക്കാൻ. മനുഷ്യൻ്റെ തിന്മ പ്രകാരം അവൻ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ജീവികളും രക്തത്തിൻ്റെ രുചി പറ്റി, ആ ഗന്ധവും പറ്റി അവരും രക്തത്തിന് വേണ്ടി, അവരും മാംസത്തിന് വേണ്ടി അവരും പരക്കം പായുകയായിരുന്നു. അങ്ങനെയാണ് മനുഷ്യന് എതിരായത്. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കർത്താവ് 9-ാം നോഹയുമായിട്ടുള്ള ഉടമ്പടിയിൽ പറയുന്നുണ്ട്, ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും. ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു. അപ്പോൾ അതുവരെ അങ്ങനെയുള്ളത് ഇല്ലായിരുന്നു. ഹരിത സസ്യങ്ങൾ കഴിഞ്ഞിരുന്നത് മനുഷ്യരും ജീവികളും അങ്ങനെയായിരുന്നു. രക്തം മനുഷ്യനാണ് ചൊരിഞ്ഞത്. അവരെ അപ്പം രക്തം ചൊരിയാനും മറ്റുള്ളവയെ കടിച്ചു കീറാനും ഭക്ഷിക്കാനും പഠിപ്പിച്ചത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ തിന്മ കൊണ്ടാണ് അങ്ങനെ വന്നത്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തെ വഞ്ചിച്ച മനുഷ്യനെ ആരും ഉൾക്കൊള്ളത്തില്ല. അപ്പം ഇവിടെ ഞാൻ ഫ്രാൻസിസ് തോംസൻ്റെ കവിതയിലൊരു 2 വരി, ആ ലോകപ്രസിദ്ധമായ മിസ്റ്റിക് കവിതയാണ്. അത് മഹാകാവ്യം, ലോകം മുഴുവനും ആദരിക്കുന്നതാണ്. അതിലെ ഒരു 2 വരി എപ്പോഴും ഞാനിതൊക്കെ ഓർക്കും. എനിക്കത് വലിയ ഇതാണ്. ഓൾ തിങ്സ് ബെട്രേ ഡി ഹൂ ബെട്രേസ്റ്റ് മീ. ഓൾ തിങ്സ് ബെട്രേ ദി എന്ന് പറയുന്നത് നമ്മളെ പഴയ ഇംഗ്ലീഷ് ലാംഗ്വേജാണ്, ഭാഷയാണ് അത്. അപ്പം അത് നിന്നെ എല്ലാവരും, എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും, ഭൂമി മുഴുവനും, നിശ്ചലമായ ജീവികൾ പോലും നിന്നെ വഞ്ചിക്കും, നിന്നെ ദേഷിക്കും, നിന്നെ ഉപേക്ഷിക്കും. എന്താ കാരണം? ഹൂ ബെട്രേസ്റ്റ് മീ. നീ എന്നെ, മനുഷ്യൻ എന്നെ നീ ഉപേക്ഷിച്ചു, എന്നെ നീ വഞ്ചിച്ചു, എന്നെ നീ മറന്നു. എന്നെ മറന്ന നിന്നെ എല്ലാ ജീവികളും, എല്ലാം, സകല പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചശക്തി പോലും നിന്നെ മറക്കും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നില്ലേ പ്രപഞ്ചത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മനുഷ്യന് ദോഷമായിട്ട് വരുന്നത്. തിന്മ ഉപേക്ഷിക്കാനായിട്ട് നമ്മളൊന്ന് പഠിക്കുക. തിന്മ എന്താണെന്ന് അറിയുക. അത് ഈശ്വരൻ എന്താണെന്ന് അറിയുക. ഈശ്വരനിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, മനസ്സെങ്ങനെ തിരിയണം എന്നുള്ളത് മനസ്സിലാക്കുക, ചിന്തിക്കുക, അത് മനനം ചെയ്യുക. ഇങ്ങനെ ഈ വാക്കുകളൊക്കെ, ഓരോ വാക്യങ്ങൾ അങ്ങനെ ആയിത്തീരണം, എങ്കിലേ അത് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ദൈവം പറയുന്നു. 6:7 കർത്താവ് അരുളി ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റും. എന്താ? ഭൂമി നശിച്ചു. മനുഷ്യൻ മുഖാന്തരമാണ് ഭൂമിക്കെല്ലാം ശാപം വരുന്നത്, പ്രകൃതിക്കും പ്രപഞ്ചത്തിനുമൊക്കെ. അല്ലാതെ അവ മുഖാന്തരമല്ല. അവ ഒന്നും ഒരു തെറ്റുമില്ല. ഭൂമി അങ്ങനെ അല്ല, പ്രപഞ്ചം അങ്ങനെ വരുന്നു, നക്ഷത്രങ്ങൾ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ വരുന്നു, ഭൂമിയുടെ അതിലെ ഘടനകളെല്ലാം മാറുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഈ മനുഷ്യരോട് പറഞ്ഞ് നിങ്ങൾ നേരെയാകാൻ,
അപ്പോൾ ദൈവം ഇതെല്ലാം നേരെയാക്കും, ഭൂമിയെ അനുഗ്രഹിക്കും. ദൈവം ഭൂമിയെയും മനുഷ്യനെയും അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഇത് മാറി, മനുഷ്യനിങ്ങനെ മാറിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തിന്മ വരുന്നത്. ഭൂമിയും എല്ലാം തന്നെ, ഭൂമിയുടെ സ്ട്രക്ചറും എല്ലാം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷം മാറുന്നു. ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമില്ല. മനുഷ്യൻ ചെയ്യുന്ന സ്വാർത്ഥത, അവൻ്റെ തിന്മ സ്വാർത്ഥത കൊണ്ടാണ്. കൂടുതൽ കൂടുതൽ സുഖത്തിന് വേണ്ടി, ഭൗതിക സുഖത്തിന് വേണ്ടി വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അന്തരീക്ഷവും മലിനമായി. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ സാമൂഹ്യ രംഗവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള മലിനമായതുകൊണ്ട് ഇങ്ങനെ ദൈവം അതുകൊണ്ട് പറഞ്ഞു, ഭൂമി ഇനിയും 12 ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ട് ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളായതുകൊണ്ടാണ് ഭൂമി ദുഷിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഭൂമി ഇങ്ങനെ ആയിപ്പോയെന്നാണ് ഇന്ന് പഠിക്കുന്നതും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്നതും. നമ്മളത് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മൾ പോയി നമുക്കെല്ലാത്തിനും എന്തോ അടിസ്ഥാനം എന്തുവാ? വിശുദ്ധ ഗ്രന്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഗ്രി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ വിലയിരുത്തേണ്ടത്, നമ്മൾ അംഗീകരിക്കേണ്ടതും, നമ്മൾ പഠിക്കേണ്ടുന്നതും പഠിപ്പിക്കേണ്ടുന്നതും. അതിന് യാതൊരു തെറ്റുമില്ല. കാരണം ബൈബിളിലുള്ള 100% ശരിയാണ്, വിശ്വാസ്യത ഉള്ളതാണ്. ആർക്കും അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. അവർ പഠിച്ചിട്ട് പറയണം തെറ്റാണെന്നോ തെറ്റുണ്ടെന്ന്. പഠിക്കാതെ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്ന് വിളിച്ചു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമില്ല. അപ്പോൾ ദൈവം പറയുന്ന എല്ലാത്തിനെയും ആ തിന്മ തുടച്ച് നീക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അനുസരിച്ച് ദൈവത്തിന് മനുഷ്യരോടൊത്ത് വസിക്കാൻ വേണ്ടിയാണ് ഭൂമിയെ നിർമ്മിച്ചത്. മനുഷ്യനെ അവിടെ ആക്കണം എന്നുള്ളത് പറയാണ്. അപ്പോൾ അതനുസരിച്ച് ഭൂമിയെ മുഴുവനായിട്ട് ഞാൻ ശിക്ഷിക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ജീവജാലങ്ങളെല്ലാം, എന്നിട്ട് 13 പറഞ്ഞു, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം മനുഷ്യർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമൂഹം ഇങ്ങനല്ലേ? ചിന്തിച്ച് നോക്ക്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ചിന്തിച്ച് നോക്ക്. ഓരോ ക്രിസ്ത്യാനി, ഓരോ മതവിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ എല്ലാവരും തന്നെ ചിന്തിച്ച് നോക്ക്. നമ്മുടെ അധർമ്മം കൊണ്ടല്ലേ, മനുഷ്യരുടെ അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂമിയോടുകൂടി അവരെ ഞാൻ നശിപ്പിക്കുക. അതിന് ചെയ്യേണ്ടത് ഭൂമിയും കൂടെ മുഴുവനുമായിട്ട് ശുദ്ധീകരിച്ചെടുക്കണം. ഭൂമി ശാപഗ്രസ്തമായി, അതുകൊണ്ട് ഭൂമിയെ ശുദ്ധീകരിക്കേണ്ടുന്നതുണ്ട്. എന്നിട്ട് ഈ ഒരു പെട്ടകം ഉണ്ടാക്കാനാണ് നോഹയോട് പറഞ്ഞത്. നോഹ എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. നോഹ നീതിമാനായിരുന്നു, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് പ്രീതിക്ക് പാത്രമായത്. അങ്ങനെ പെട്ടകം ഉണ്ടാക്കാനായിട്ട് നോഹയുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്, എങ്ങനെയൊക്കെ വേണമെന്ന് പെട്ടകം. അപ്പോൾ നമ്മൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഈ 300 മുഴം നീളം ഉള്ള പെട്ടകം 300 മുഴം നീളം 6-15, 50 മുഴം വീതി, 30 മുഴം ഉയരം, 3 തട്ടുകൾ, 3 നില. അപ്പോൾ ഇതിനകത്ത് ലോകത്തിലുള്ള എല്ലാ ജീവികളും വരുമോ? ശുദ്ധിയായ ജീവികളെല്ലാം, ശുദ്ധിയുള്ളതിനെല്ലാം 7 എണ്ണം വീതവും, അശുദ്ധമായിട്ടുള്ളതിനെയൊക്കെ അത് ബൈബിളിൽ പറയേണ്ട അശുദ്ധ ജീവികളും അല്ലാത്ത ജീവികളും അതൊക്കെ 2 എണ്ണം വീതവും. അതെങ്ങനെ കൊള്ളും? 2 ആന കയറുമ്പോൾ തന്നെ നല്ലൊരു ഭാഗം 20 അടി ഭാഗം 2 എണ്ണം തന്നെ പോകും. അന്നത്തെ കാലത്താകുമ്പോൾ ആനകളുടെ വലിപ്പമൊക്കെ ഇന്നത്തെ പോലെ ആയിരിക്കും, ഇതിൻ്റെയൊക്കെ ഇരട്ടി കൂടുതൽ കാണും. അപ്പോൾ അതല്ല നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ അങ്ങനെ വെച്ച് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇതിപ്പോൾ അന്ന് ഗ്രന്ഥകാരൻ എഴുതിയപ്പോൾ അന്ന് ഇത് നടന്നു. പക്ഷെ അത് അളവ് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളതല്ല ഇങ്ങനെ നടന്നു. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അത് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെയാണ് ഞാൻ പറഞ്ഞ വിശദമായിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇത്രയും കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും എല്ലാം ഈ 7 ജോഡികളും 2 ജോഡികളും വീതം അതിനകത്ത് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പറ്റുകയില്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി അങ്ങ് ചിന്തിക്കേണ്ട. എഴുതിയതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
അപ്പോൾ ആ അളവുമൊക്കെ അല്ല നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പോൾ അവയ്ക്കൊക്കെ ഉള്ള തീറ്റികളും പ്രളയം 2 മാസം 3 4 5 മാസത്തെ 6 മാസത്തേക്കുള്ള തീറ്റകളും അതിനകത്തുണ്ടാകണം. 5 മാസത്തേക്കുള്ള തീറ്റകൾ, 5 6 മാസത്തേക്കുള്ള തീറ്റകളും ഉണ്ടാകണം. ഇങ്ങനെയല്ലേ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ നീണ്ടുപോയാൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ അളവിൽ നിൽക്കത്തില്ലെന്ന് ആർക്കും മനസ്സിലാകും. ഇത് തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ബുദ്ധിക്ക് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തത ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ വരും കാരണത്തിന്. അപ്പം കുബുദ്ധികൾക്ക് പറയാൻ വരുമോ ഇത് എന്തുവാന്ന് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പെട്ടകമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ കുബുദ്ധികളാണ് ഇന്ന് ഉള്ളത്, ഈശ്വര വിരോധികൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനെ അവസാനിപ്പിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫേസ്ബുക്കിലുള്ളവർ ഇത് യൂട്യൂബിലോട്ടൊന്ന് കയറി കാണണം. ബാക്കിയുള്ള എൻ്റെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഇത് നഷ്ടമാകുന്നു. എനിക്ക് അതിൻ്റെ മുഴുവനായിട്ട് ഈ ഫേസ്ബുക്കിൽ ഒരു പുതിയ ടോക്കായിട്ട് ക്ലാസ്സായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അവർ റീലായിട്ട് പോകുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങളായി, എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അത് സാധിക്കുന്നില്ല വീണ്ടെടുക്കാൻ. ഇനിയും എല്ലാം പഠിച്ച അറിവുള്ളവരാരെങ്കിലും ഒക്കെ കിട്ടിയെങ്കിൽ ചിലപ്പം സാധിച്ചേക്കും. ഞാൻ വളരെയധികം പരിശ്രമിച്ച് നോക്കി, പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം. നമുക്ക് നിർത്താം. അപ്പോൾ ഞാൻ വിചാരിച്ചു 7ഉം 8ഉം ഒക്കെ ഇന്ന് 6, 7, 8 അങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴിപ്പം 6 പറഞ്ഞ് തന്നെ നല്ലപോലെ എനിക്ക് തൃപ്തിയാകുന്നില്ല. പറഞ്ഞിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാറുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളും കൂടെ, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അത് വെറുതെ ആയി പോകരുത്. ഞാൻ ഇത്രയും അധ്വാനിച്ചത് അത് നിങ്ങൾ വളരെ നല്ലപോലെ അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അത് എല്ലാ മതസ്ഥർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിട്ടല്ല. അപ്പോൾ എല്ലാവരും സത്യം അറിയണം, അതാണ് എൻ്റെ ലക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. അതെപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചങ്ങ് നിർത്തുകയാണ്. കാരണം വീഡിയോയുടെ സമയം കൂടുതൽ ദൈർഘ്യം വരുമ്പോൾ എനിക്കും മറ്റ് ചില കാര്യങ്ങളെല്ലാം കൂടുതലാകും, നെറ്റുകളും അതുതന്നെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ കൂടുതലായിട്ട് സമയമെടുത്ത് ഒരു 10-15 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും സ്തുതിക്കുക, കൃതജ്ഞത അർപ്പിക്കുക ദൈവത്തിന്. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വേണം പൗലോസ്ലീഹ പറയുന്നത് നമ്മുടെ യാചനകളും അപേക്ഷകളും എല്ലാം സമർപ്പിക്കാൻ ഫിലിപ്പിയരുടെ പുസ്തകത്തിൽ ഉള്ള ലേഖനത്തിൽ പറയുന്നത് അതൊന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് പാലിക്കണം. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, നന്ദി 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 യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം, സ്തുതിക്കുന്നു അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങേക്ക് സ്തുതി, നന്ദി നന്ദി നന്ദി. ഇതുവരെ ഞങ്ങളെ നടത്തിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ഞങ്ങളെ അറിയിച്ചിട്ടുള്ള, എന്നെ പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയെല്ലാം ഞാൻ എല്ലാവരെയും ഓർക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ പലരും അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം കാഴ്ച വയ്ക്കുന്നു. കർത്താവേ, എല്ലാം അങ്ങയുടെ മുൻപിൽ കാഴ്ച വയ്ക്കുന്നു. അവിടുന്ന് എല്ലാം അറിയുന്നവനായ അവിടുന്ന് കർത്താവേ, അവരുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധാലുവായിരിക്കുമല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതെല്ലാം അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കിതെല്ലാം സാധിച്ചു തരുന്നതായിട്ടുള്ള ഞങ്ങളുടെ പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തിയതിന്, ആ പ്രത്യാശ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് അവിടുത്തേക്ക് സ്തുതി സ്തോത്രം. എല്ലാം തന്നതിന് നന്ദി കർത്താവേ. എല്ലാ സൗഖ്യം, എല്ലാ സ്വസ്ഥത, എല്ലാ ശാന്തത, സമാധാനം എല്ലാം തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി. എല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ കർത്താവെ, വേദനകളും ഡിപ്രഷനും ഒക്കെ നിറഞ്ഞ മനസ്സുകളെല്ലാം അവിടുന്ന് മാറ്റി എടുത്തതിന് നന്ദി കർത്താവെ. അവിടുത്തേക്ക് സ്തുതി സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, നന്ദി കർത്താവിന് സ്തുതി. കർത്താവെ, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും എല്ലാ സമയത്തും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു.
ആമീൻ. നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി.